നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യരുതെന്ന്. അതെന്തിനാന്ന് മനസ്സിലായോ? എടാ നീ എന്ത് ചെയ്താലും ഇടി ഞാൻ കൊള്ളണം. നീ എന്നോട് പറഞ്ഞിട്ടാ ചെയ്യുന്നെങ്കിൽ എന്തിനാ ഇടി കൊള്ളുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലേ. ഇനി അവന്റെ കാശ് എങ്ങനെ കൊടുക്കും? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കാണോ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഓരോരുത്തരായിട്ട് പിഴിയും. നീ നോക്കൂ, അവന്മാരുടെ ഒരു ഫുട്ബോൾ കളി. ഇതിങ്ങോട്ട് തന്നെ നീ ആദ്യമായി വന്നൊരു കാര്യം ചോദിച്ചിട്ട് അത് ചെയ്തു തരാതിരുന്ന കാര്യം ഓർത്തപ്പം നിന്റെ ഗിരീഷ് ഒരു വിഷമം. നീ അവരോടത് ഏറ്റെന്ന് പറ. പിന്നെ ഒരു 5000 രൂപ ചെലവ് വരുന്നു പറഞ്ഞു. 10,000. അതെ 10,000. നീ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ തരുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ്. 10,000 bucks? എന്റെ കയ്യിൽ അത്രയും ഒന്നുമില്ല. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ കാശെല്ലാം കൗണ്ട് ചെയ്താലും അതിന്റെ പകുതി കാണില്ല. കൗണ്ട് ചെയ്യുന്ന സമയമില്ല. ഗിരീഷേട്ടന് ഭയങ്കര തിരക്കുള്ളതാ. നിങ്ങൾ കൗണ്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ചിലപ്പോ ഗിരീഷേട്ടന്റെ മനസ്സ് മരുന്നൊക്കെ വരും കേട്ടോ. ഭയങ്കര തിരക്കുള്ള ഗുണ്ടയാ. പുതിയ iPhone 6 Plus മതിയോന്ന് ചോദിക്കും. 6 Plus ഐഫോണാ? പാട്ട് പാടിയ മീൻ വരും. ഗിരീഷേട്ടാ, ആനിമരിയെ പുതുപുത്തൻ ഫോൺ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഫോൺ. നീ ഈ ഫോൺ കണ്ടാ? ഇതിനകത്ത് ആകെ വിളിക്കുന്ന കസ്റ്റമർ കെയർന്നാ. പിന്നെ എനിക്ക് എന്തിനാടാ വേറെ ഫോൺ? അയ്യോ ചേട്ടാ, ആനിമരിയുടെ പപ്പ സമ്മാനം കൊടുത്ത പുതുപുത്ത ഫോൺ അത്. 19,000 രൂപ മുതലാ. അത് വേണ്ടാന്നാ. എത്ര? 50,000. എന്നാ നീ അത് മേടിച്ചോണ്ട് പോടാ. അതെനിക്ക് തരില്ല. അത് നാളെ ഗിരീഷേട്ട അവളുടെ വീട്ടിൽ പോയി തന്നെ വാങ്ങണം. കാരണം ആ മാഷിനെ അടിച്ചിട്ടേ എന്തോ ഇംഗ്ലീഷിൽ പറയാണ്ടെന്ന്. ഇംഗ്ലീഷിലാ? നീ ചെല്ലളിയാ. നല്ലൊരു 1.5 ഗുണ്ടയായിട്ട്. അരെ അരെ കോനതെ മാറി നിക്കടാ. ചേട്ടനാണോ ഈ പൂമ്പാറ്റ ഗുണ്ട? യെസ്. अरे फोन गया साला. അപ്പൊ ഇതാണ് ഐഫോൺ. ഡേവിഡ് സാറിനെ ഇടിക്കണം. ഇടികൊണ്ട് ഡേവിഡ് സാർ നിലത്ത് വീണ് കിടക്കുമ്പം അയാളുടെ നെഞ്ചില് കാല് വെച്ചിട്ട് "This is for Anne Maria, you stupid monkey face" എന്ന് പറയണം. ഇടികൊണ്ട് ബോധം പോയാ പറയണോ? അല്ലേ വേണ്ട, ഒരു കടലാസിലിങ് എഴുതി തന്നേക്ക്. അടിക്കുന്നതിന് മുന്നേ അങ്ങ് പറഞ്ഞേക്കാം. എഴുതിയും വെച്ചിട്ടുണ്ട്. കൂട്ടക്ഷരാണല്ലോ. കൊച്ചിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ആൻ മരിയ. ആൻ മരിയ. നോക്കിക്കോ, ഇന്ന് തിങ്കളാഴ്ച, നാളെ വൈകുന്നേരം അടിപൊട്ടിയിരിക്കും. ഇനി അവൻ എഴഞ്ഞെഴഞ്ഞായിരിക്കും സ്കൂളിൽ വരുന്നത്. ഓക്കെ? ഗുണ്ടാഹും ഗുണ്ടാ. Deal done. Over and out. എടാ, പറഞ്ഞു കേട്ടത് പ്രകാരം ഇതൊരു 55,000 രൂപ വരും. സുഖൂനൊരു 30. ഓക്കെ, ബാക്കി എന്ത് ചെയ്യോടാ? എടാ, ഇതിന്റെ പുറകിലത്തെ സീറ്റ് എന്തായാലും ഒന്ന് മാറ്റണം. എടാ, അത് ഓൾറെഡി മാറ്റിയിട്ടല്ലേ കിടക്കുന്നേ? അതല്ലടാ, നന്നാക്കണം, പുതിയതിടണം. എടാ, നന്നാക്കിയാ പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ പോയി കിടന്ന് ഓടേണ്ടി വരില്ലേ? നീ റെഡി ആണെങ്കിൽ ഞാൻ റെഡി. ഓ വേണ്ട വേണ്ട, ആൾക്കാർ ഓട്ടം വിളിച്ചാൽ പണിയെടുക്കേണ്ടി വരും. അതാണ്. ഏതായാലും ആരും അറിയണ്ട. അറിഞ്ഞാ പിന്നെ കടക്കാരൊക്കെ തീട്ടപ്പുറത്ത് ഈ ഈച്ച പൊതിയുന്ന പോലെ നമ്മളെ വന്ന് പൊതിയും. എടാ, ചക്കരക്ക് ചുറ്റും
വല്ല മണിയനുറുമ്പുകൾ എന്നൊക്കെ പറ. ആ മറിയയുടെ ഐഫോൺ, മറിയയുടെ ഐഫോൺ. ഗിരീഷ് ഇത് എവിടെ നിന്നിട്ടത്? മാമന്റെ മോൻ തന്നതാ. മാമന്റെ മോനാ? എന്താ ഇവന്റെ മാമന് മോനുണ്ടായിക്കൂടെ? അല്ല. നീ വില പറടാ. സംഗതി കേട് ഫോണൊക്കെ ഉണ്ടോ? ആ. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ഗിരീഷേ, ഇത് കൺട്രിലൊക്കെയാണ്. ഇതേതുണ്ടാ സ്പൈഡർമാന്റെ ഫോട്ടോ ഉണ്ടാ? ഇത് അമേരിക്കയിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം ഉണ്ടെങ്കിൽ കാനഡയിലൊക്കെ വിളിക്കാം. അപ്പൊ അതിനൊന്നും കിട്ടൂലേ? ഇതിനൊന്നും കിട്ടൂല ഭായി. ഭയങ്കര ഇത്. അയ്യോ, വേണമെങ്കിൽ ഒരു 2000 രൂപ വരാം. 2000? അല്ലെ വേണ്ട, നിങ്ങൾ ഇത് എവിടെ നിന്ന് വെച്ചിട്ട് കൊടുക്കാം പ്രസേ. ഇത് വെച്ച് കഴിഞ്ഞാൽ വിറ്റുപോല സാധനം. കിട്ടുന്നത് വാങ്ങാം. ഇത് മാറ്റി വാങ്ങാൻ വീട്ടിൽ ചെല്ലുന്ന കാര്യം അത് ആലോചിക്കേ വേണ്ട. ആരെങ്കിലും കണ്ടാ പിന്നെ പെരുന്നാൾ ഇടിയിടിക്കും. ഒരു കാര്യം ചെയ്, നീ ആ 2000-ന്റെ കൂടെ 1000 കൂടെ കൊടുത്താ. ഇത് വെക്ക. 1000 കൂടി എടുക്ക. ആ അതിന് എണ്ണൊന്നും വേണ്ട. താ സാബു. 2500 മതി. ആ എന്നെ അത് മതി വെച്ചു. അത് മതി. കിട്ടിയ ഒന്നും കിട്ടൂലോ, അതാണ്. നീ വാ പോ. ആ ശരി, നിന്റെ കട മുടിഞ്ഞു കൂടാ. iPhone 2500 को मिलेगा। പോയാടപ്പൊന്ന് നീ വധൂരിക്ക് എന്താന്ന് വെച്ചെടുത്ത് കൊടുത്തടാ. എൻ്റെ അടുത്ത കളി. ഇപ്പൊ എന്തായാലും അടിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഉറപ്പല്ലേ? എന്താടി വെരി ഗുഡ്. ഓവർ ഓവർ ഓവർ. വിചാരിച്ച കാശൊന്നും കിട്ടിയില്ലല്ലേ? പക്ഷെ നീ പേടിക്കണ്ട, നാളെ വേറെ ഏതെങ്കിലും പിള്ളേര് അപ്പനെ തല്ലാനുള്ള കൊട്ടേഷനായിട്ട് വരും. നീ നോയിക്കോ. അല്ല, ആ കൊച്ചിനെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സാറിനിട്ട് 2 പൊട്ടിക്കണം തോന്നാത്ത ആരാടാ ഈ ഭൂമിയിലുള്ളത്? അത് ശരിയാ. അതാ പണ്ട് വലുതാവുമ്പോൾ 4ാം ക്ലാസ് നമ്മളെ കണക്ക് പഠിപ്പിച്ച ജോർജ് സാറിന് 2 കൊടുക്കണമെന്ന് ഞാൻ 1000 വട്ടം പ്രയത്നമായിട്ടുള്ള. മറന്നുപോയിരിക്കാൻ ഞാൻ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടതാ. എന്നിട്ട് പിറ്റേന്ന് ഹോംവർക്ക് ചെയ്തത് നോക്കിയപ്പോൾ സാറ് എന്നെ ഞാൻ എഴുതിയിട്ട കണ്ടു. ഞഞ്ഞായി. എടാ മണ്ട. തടിയൻ വന്നിപ്പോ 2 പേർക്കും കൂടെ ഒരു മേശടിയിൽ ഒളിക്കാൻ പോലും പറ്റാതായി. അന്ന് ചാടിയത് ഫൗളല്ലായിരുന്നു. You will definitely become a champion one day. Bye, Anne. ഡേവിഡ് സാറിനിട്ട് നല്ലപോലെ തല്ല കിട്ടിയെന്ന് തോന്നുന്നു. ഇന്നാളെ കാണുന്നില്ലല്ലോ. ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. പൂമ്പാറ്റ ഏറ്റതാ. ഓവർ ഓവർ. അങ്ങനെയെല്ലാം ഓവർ ഓവർ. കണ്ടോ, മണിയടിച്ചു. അയാളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുകയായിരിക്കും. വാ പോ. What are you doing here? Go to your class. ഡേവിഡ് സാറല്ലേ നിൽക്കുന്നേ? Go.
എന്ന് പറഞ്ഞിട്ട് തല്ലിയില്ലല്ലോ. ഷർത്തേട്ടൻ ചതിക്കൂല, ഉറപ്പാണ്. ഞാൻ വൈകുന്നേരം ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും.